ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറയുമ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇറങ്ങുന്നത്. ഓക്കെ, അപ്പം അണ്ടർ ഗ്രാജുവേറ്റ്സ് ഒരുപാടുണ്ട്. പക്ഷെ അവർ എക്സ്പെക്ട് ചെയ്തത്തോളം ഉള്ള ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ശമ്പളം അവർക്ക് കിട്ടുന്നില്ല. ഓക്കെ, നമ്മളൊരു കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ 60% ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിറങ്ങുന്ന ഗ്രാജുവേറ്റ്സിന് അവർക്ക് എന്താ അവർ എക്സ്പെക്ടേഷൻ ഒത്തിട്ടുള്ള ജോലിയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പം ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഒക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിപ്പം നമ്മുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള നമ്മളൊരു ഡിഗ്രി കോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഡിഗ്രി കോഴ്സ് നോക്കിയാൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത് കോഴ്സ് ഡ്യൂറേഷൻ. ഓക്കെ, അപ്പം 4 to 5 years ഒക്കെയാണ് ഒരു ബേസിക് ഡിഗ്രി നമ്മുടെ ഇന്ത്യയിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വരുന്നത്. ഓക്കെ, പിന്നെ പഠന ചെലവ്. ഓക്കെ, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 4 വർഷം 5 വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ലാക്സ് നമുക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ ലോണും കാര്യങ്ങളൊക്കെ, അതായത് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഒരാളെ തലയിൽ വന്നിട്ടുണ്ടാവും. കാരണം അത്രത്തോളം എഡ്യൂക്കേഷൻ ലോണാണ് ഇന്ന് നമുക്ക് വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികൾ. ഓക്കെ, വിദേശത്ത് പോയി പഠിക്കുക, ഇന്ത്യയിൽ പഠിക്കുക, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് എഡ്യൂക്കേഷൻ ലോണ് ഒരുപാട് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം അത് വീട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ ലോണും കാര്യങ്ങളൊക്കെ ഒരു ബാധ്യതയായി മാറുകയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ മൂന്നാമത് നോക്കിക്കഴിഞ്ഞാൽ സബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ജാമ്പവാന്റെ കാലത്തെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് പഠിച്ചുകൊണ്ട് നമുക്ക് പുതിയതായിട്ടുള്ള ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ആ ഒരു അതായത് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതോ കാലത്ത് അസൈൻ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. അത് തന്നെയായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു കാലഘട്ടത്തിലും ഈ ഡിഗ്രി കോഴ്സുകൾ. നമ്മൾ ഏതൊരു ഡിഗ്രി കോഴ്സ് എടുത്ത് നോക്കിയാലും എഞ്ചിനീയറിങ്ങോ മെഡിക്കലോ ഏത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലായിരിക്കും പഠിപ്പിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു ഗുണമോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ലാക്ക് ഓഫ് സ്കിൽ ബേസ്ഡ് ലേണിംഗ്, അതായത് സ്കില്ലിന് പ്രാധാന്യം കൊടുത്തിട്ടല്ല ഇപ്പോഴത്തെ ഒരു കരിക്കുലം വർക്ക് ചെയ്യുന്നത്. കാരണം ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സ്കിൽ ബേസ്ഡ് ആവാൻ പോവുക. അതായത് ഒരു സ്കില്ലില് ആരാണോ മുൻപന്തിയിൽ വെക്കുന്ന അവന് മാത്രമേ ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അല്ലാണ്ട് നമ്മൾ കുറെ സബ്ജക്റ്റീവ് ലേണിംഗ്, അതായത് പണ്ട് ആരോ പറഞ്ഞ മാതിരി ഈ A+B² ആയിട്ട് നമുക്ക് ജീവിതത്തിൽ എന്ത് ഉപകാരം എന്ന് പറഞ്ഞ മാതിരി അതിന് ഇപ്പോഴത്തെ കാര്യം. കാരണം എന്താ വെച്ചാൽ ഇപ്പം ആ ഒരു കണക്കോ കാര്യങ്ങളായിട്ട് നമുക്കിപ്പോൾ വലിയ ഉപകാരം. ഇപ്പൊ നമ്മൾ എഞ്ചിനീയറിങ്ങിന് പോവുകയാണെങ്കിൽ ഇപ്പൊ മാത്തമാറ്റിക്സും കാര്യങ്ങളും റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ നമുക്കിപ്പം ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന എന്താ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, അപ്പം ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. പക്ഷെ അല്ലാതെ കോറായിട്ടുള്ള മാത്തമാറ്റിക്സോ കാര്യങ്ങളൊന്നും നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അത് വേറൊരു സൈഡ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡിഗ്രീന്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് ഡിഗ്രി അല്ലാതെ, അതായത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും 10ാം ക്ലാസ് +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടാണ്. ഓക്കെ, കുറേ അധികം എൻട്രൻസ് എക്സാം, എസ്പെഷ്യലി നമുക്ക് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിങ് നീറ്റിനും ജെയ്ക്കും വേണ്ടിയിട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. ഓക്കെ, അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. അപ്പം അതായത് ഒരുപാട് പേരാണ് ഇത്തരത്തിൽ നീറ്റിനും ജെയ്ക്കും വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 5% പോലും വരില്ല. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന ഒരു 5% പോലും വരില്ല. ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് കിട്ടിയിട്ട് എൻട്രൻസ് കിട്ടിയിട്ട് ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പം ബാക്കിയുള്ളവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് ബാക്കിയുള്ളവരൊക്കെ ഇനി എന്ത് ചെയ്യും. ഓക്കെ, അപ്പം എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പോയി, അതായത് കോഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ പോയി, അതായത് എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വർഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം അതേമാതിരി തന്നെ റിപ്പീറ്റ് ചെയ്യും. മൂന്നാമത്തെ അതായത് 5-6 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് 5-6 കൊല്ലമൊക്കെ ഇത്തരം ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ഓക്കെ, അപ്പം അവർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് ഇനിയിപ്പോൾ കിട്ടിയെന്ന് വിചാരിച്ചാലും അത്രത്തോളം വർക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു ഇതിൽ ടോപ്പിലെത്താൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമ്മളൊരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഇഷ്ടത്തിനായിരിക്കില്ല ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പാരൻസ് പ്രഷർ ചെയ്തിട്ട്, അതായത് ഇതിന് പോകണം എന്ന് പാരൻസ് പ്രഷർ ചെയ്തിട്ട്, പിന്നെ നമ്മൾ നാട്ടിൽ കണ്ടുവരുന്നത് തന്നെ അതായത് ഇപ്പം +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെഡിക്കലിന് പോകണം, അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ നിങ്ങൾ എഞ്ചിനീയറിങ്ങിന് പോകണം, അങ്ങനത്തെ ഒരു ഇത് നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പം
അതിലൂടെയൊക്കെ ആയിരിക്കും ഇവർ ആ കോഴ്സിന് ജോയിൻ ചെയ്യുക. അപ്പോൾ ആ കോഴ്സ് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പോൾ എൻട്രൻസ് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇപ്പോൾ ആ കോഴ്സ് കിട്ടിയാലും അത് അത്രത്തോളം അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ ശോഭിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇഷ്ടം അപ്പം ഇല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് ഡിഗ്രിക്കുള്ള പ്രോബ്ലംസ്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, സപ്പോസ് നിങ്ങളിപ്പം ഡിഗ്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ പോവാം. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം ഷോർട്ട് ഡ്യൂറേഷനിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലി കിട്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഡിപ്ലോമ കോഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഹയസ്റ്റ് പേയിങ് ഡിപ്ലോമ കോഴ്സസ് ഏതൊക്കെയാണ്, അതായത് നിങ്ങൾക്ക് ഒരു 3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതായത് നിങ്ങൾ ആ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ അവൈലബിൾ ആണ്. പിന്നെ ആ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ജോലികൾ ചെയ്യാം, അതായത് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാം. പിന്നെ നിങ്ങൾ ആ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നത്. കാരണം ഒരു സ്പെസിഫിക് ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിരുന്നതാണ് ഡിപ്ലോമ കോഴ്സസ്. ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഈ കോഴ്സ് ഇതിൻ്റെ ഇടയിൽ കിട്ടും. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടും. മറ്റു കോഴ്സ് മാതിരിയല്ല. മറ്റു കോഴ്സ് ആ ഒരു പെർട്ടിക്കുലർ ഇയർ വരെ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റീവ് ലേണിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, പ്രാക്ടിക്കൽ ലേണിംഗ് വളരെയധികം കുറവായിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ലേണിംഗ് നല്ല രീതിക്ക് കിട്ടും, കാരണം നിങ്ങൾക്ക് ഒരു ഫ്രീഡം ഉണ്ടാവും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും ഇത്തരത്തിൽ ഹയസ്റ്റ് പേയിങ് ആയിട്ടുള്ള ഒരു 5 to 10 ജോബ്സ് ആണ്, ഡിപ്ലോമ കോഴ്സസ് ആണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഡിപ്ലോമ കോഴ്സിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതായത് എവിടെ പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ജോലികളാണ് നമുക്ക് ഇത് കഴിഞ്ഞാൽ കിട്ടുക, അതിന്റെ ഇൻകം പൊട്ടൻഷ്യൽ, കോഴ്സ് ഡ്യൂറേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടോപ്പ് 1, അതായത് സാലറിന്റെ ബേസിലാണ് ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പോൾ ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്തൊക്കെ വരുന്നത്, ഇൻകം പൊട്ടൻഷ്യൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 50,000 to 2 lakh വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല രീതിക്കുള്ള ഇൻകം കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ പ്രാധാന്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം ഈ ഒരു കാലഘട്ടത്തിൽ AI അത്രത്തോളം കൂടിയിട്ടാണ് നിൽക്കുന്നത്. അതായത് AI വെബ്സൈറ്റോ AI പറഞ്ഞിട്ട് ഒരു ബൂം, അതായത് അതിന്റെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിന് അത്രത്തോളം പ്രാധാന്യമുള്ളൊരു കോഴ്സാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. അപ്പം ഇതിൽ മെയിനായിട്ട് എന്താ പഠിപ്പിക്കുക, അതായത് ഞാൻ പറയുന്ന എല്ലാ കോഴ്സിന്റെയും ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ ഒരു 3 ഇയേഴ്സിന്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇതിൽ നോക്കി കഴിഞ്ഞാൽ പൈത്തൺ പഠിക്കുന്നുണ്ട്, ടെൻസർ ഫ്ലോ, ന്യൂട്രൽ നെറ്റ്വർക്ക്, AI ആൽഗോരിതംസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിനെ എന്തുകൊണ്ട് ലൂക്രീറ്റ്, അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ, അതായത് ഇപ്പം ഇത് മുൻപതിയിൽ നിൽക്കുന്നത് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് AI സ്പെഷ്യലിസ്റ്റിന് ആവശ്യമുണ്ട്. അതായത് അക്രോസ് നമുക്ക് റോബോട്ടിക്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരികയാണല്ലോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. പിന്നെ നല്ല സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കാരിയർ സ്കെയിലബിലിറ്റിയും നല്ല രീതിക്കുണ്ട്, കാരണം അത്രത്തോളം, അതായത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതോളം നിങ്ങളുടെ ഒരു സാലറി ഡിമാൻഡ് കൂടും, അതുകൊണ്ട് നിങ്ങളുടെ സാലറിയും കൂടും. ഓക്കെ, പിന്നെ എവിടെ നമുക്കിത് പഠിക്കാം, ഓൺലൈനായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ, EDX എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾക്ക് ഇത് പഠിക്കാം. നിങ്ങൾക്ക് പിന്നെ ആ ഒരു അത്തരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീലാൻസർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് എവിടേക്ക് പഠിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്, അവിടെ പഠിക്കാം. അത് കുറച്ച് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഡ്രോപ്പ് ആയിട്ടുള്ള കുറേ അധികം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡിപ്ലോമ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. അപ്പോൾ ഇതിൻ്റെയും പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഏതൊരു കമ്പനി ആയിക്കോട്ടെ, ഇപ്പം IT റിലേറ്റഡ് കമ്പനീസ് നല്ല രീതിക്ക് വളർന്നു വരുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻകം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 to 1 lakh above വരുന്നുണ്ട്. പിന്നെ നമ്മളെ കോഴ്സ് ഡീറ്റെയിൽസ് തന്നെ ഇതിൽ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈത്തൺ, ജാവ സ്ക്രിപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഡാറ്റാബേസ് മാനേജ്മെന്റ്, പ്രൊജക്ട് ബേസ്ഡ് ലേണിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്.
ഓക്കെ. പിന്നെ ഇത് എവിടെ നിന്ന് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കോഴ്സറയിൽ പഠിക്കാം, ഓഫ്ലൈനായിട്ട് NIIT പഠിക്കാം, പിന്നെ ആപ്ടെക്കിൽ പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കോഴ്സ്. ഇനി നമ്മൾ മൂന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ സൈബർ സെക്യൂരിറ്റി ആണ്. ഡിപ്ലോമ ഇൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിങ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും നമ്മൾ ആ ഒരു സെയിം ഇൻകം പൊട്ടൻഷ്യൽ തന്നെയാണ് വരുന്നത്. 30,000 to 1 lakh above തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണ്, കുറച്ച് ടെക്നിക്കൽ ടേംസ് കൊണ്ടുവരുന്നുണ്ട്. ഫോക്കസ് ഓൺ പെനട്രേഷൻ ടെസ്റ്റിംഗ്, എത്തിക്കൽ ഹാക്കിങ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി ലോസ്, ഇതൊക്കെയാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. അതായത് എത്തിക്കൽ ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെ ആവാൻ കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്താൽ തന്നെ മതി. ഓക്കെ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഫോർ CEHന് അവരെന്ത് ചെയ്യും, പ്രാപ്തരാക്കും. ഓക്കെ. അപ്പം സർട്ടിഫിക്കറ്റ് ഇൻ എത്തിക്കൽ ഹാക്കേഴ്സിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ മാത്രമേ ലീഗലി അവരെന്ത് ചെയ്യും, പ്രൊസീഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇല്ലീഗലാവും, അൺഎത്തിക്കൽ ഹാക്കിംഗ് ആയി മാറും അത്. ഓക്കെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എവിടുന്ന ഇത് പഠിക്കാന്ന് വെച്ചാൽ ഓൺലൈനിൽ EC കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്, പിന്നെ സിംപ്ലി ഏൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓഫ്ലൈനിലായിട്ട് IIIT ഹൈദരാബാദിൽ ഈ ഒരു കോഴ്സ് ഉണ്ട്. പിന്നെ ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള ഒരുപാട് കോളേജസിലും ഈ ഒരു പെർട്ടിക്കുലർ ഡിപ്ലോമ കോഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പ്ലെയിനിൽ പറക്കാവുന്ന ഒരു ജോലിയാണ്, അതായത് ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ക്യാബിൻ ക്രൂ മാനേജ്മെന്റ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഡിപ്ലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, നമ്മുടെ എയർ ഹോസ്റ്റസ് അതുമായിട്ടുള്ളൊരു കോഴ്സാണിത്. അതും ഡിപ്ലോമ കോഴ്സാണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയർ ഹോസ്റ്റസ് അങ്ങനത്തെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 30,000 to 75,000 ഒക്കെയാണ് ഇതിൽ മന്ത്ലി സാലറി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ സാലറി പറയുമ്പോൾ ഒരിക്കലും ഈ ഒരു ഇതിൽ ലിമിറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഏവിയേഷൻ ക്യാബിൻ ക്രൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി അതിലൊക്കെ കൂടും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും, ഇനി ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അതായത് IT മേഖലയിലാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും. അതായത് ഇപ്പം പ്രൊമോഷൻ കിട്ടി കൂടിയാലും ഒരു 1 lakh അബവ്, അതായത് 2 lakhന്റെ ഉള്ളിലൊക്കെ വരുള്ളൂ. പക്ഷെ നിങ്ങളിപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒരുപാടധികം കൂടാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരുപാട് ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്പാദിക്കാൻ പറ്റും. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിൽ അതായത് നിങ്ങളുടെ ഡിമാൻഡ് കൂടി വരും. ഓക്കെ. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ എവിടെ നിന്ന് വേർ ടു സ്റ്റഡി പറഞ്ഞാൽ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ്, എയർ ഹോസ്റ്റസ് അക്കാഡമി ഉണ്ട്, പിന്നെ ഫ്രാങ്ക്ഫിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഫ്ലൈനായിട്ട് നോക്കാവുന്നതാണ്. പിന്നെ ഓൺലൈനായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉള്ളൂ. ഓൺലൈനായിട്ട് ഇത് പഠിക്കാൻ പറ്റില്ല, കാരണം ഇതിൽ മെയിനായിട്ടും വരുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മൾ കോഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഏവിയേഷൻ സേഫ്റ്റി, കസ്റ്റമർ സർവീസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഓക്കെ, അതൊക്കെയാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എമർജൻസി പ്രൊസീജിയേഴ്സ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അപ്പം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് ഓൺലൈനായിട്ട് പറ്റില്ല. ഓക്കെ. അപ്പോൾ അത് ഓഫ്ലൈനായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ. അപ്പോൾ അത് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് എവിടെയാണോ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ. ഇത് നമുക്ക് ഓഫ്ലൈനിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പോയിക്കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസ് ആൻഡ് അനലറ്റിക്സ്. ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസ് ആൻഡ് അനലറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഇൻകം പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 50,000 to 2.5 lakhs വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കോഴ്സ് എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ കവേഴ്സ് ഡാറ്റ വിഷ്വലൈസേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, മെഷീൻ ലേണിംഗ് ആൻഡ് ബിഗ് ഡാറ്റ ടൂൾസ്. പിന്നെ ഫോക്കസ് ഓൺ പൈത്തൺ, R പ്രോഗ്രാമിംഗ്, SQL. പിന്നെ ഇൻക്ലൂഡ് അവർ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പം ഇതിൻ്റെ ഒരു നീഡ് എന്താണെന്ന്, ഈ കറണ്ട് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഇതിൻ്റെ നീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റ അനലിസ്റ്റിൻ്റെയും ഇ-കൊമേഴ്സിലും ഫൈനാൻസിലും ഹെൽത്ത് കെയറിലൊക്കെ ഡാറ്റ അനലിസ്റ്റിൻ്റെ ഒരു അത്യാവശ്യകത ഉണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല അധികം ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡിപ്ലോമ കോഴ്സാണിത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേർ ടു സ്റ്റഡി, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാം. കോഴ്സറയിലുണ്ട്, പിന്നെ സിംപ്ലി ലേണിംഗിലും ഉണ്ട്, സിംപ്ലി ഏണിലും ഉണ്ട്. പിന്നെ ഓഫ്ലൈനായിട്ട് ISB ഷോർട്ട് ടേം പ്രോഗ്രാമാണ് ISBയിലുള്ള ഗ്രേറ്റ് ലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടേക്ക് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഞാൻ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആറാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ ആനിമേഷൻ ആൻഡ് VFX.
നമുക്കറിയാം ആനിമേഷൻ്റെ VFXൻ്റെയും ഇന്നത്തെ കാലത്തെ പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയാം. കാരണം ഒരുപാടധികം ഫിലിമിൽ ആവശ്യമാണ് VFX റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫിലിംസും കാര്യങ്ങളൊക്കെ ഇന്ന് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്കൊക്കെ ആവുന്നൊരു കാര്യമാണിത്. അപ്പം ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സാലറി പറഞ്ഞു കഴിഞ്ഞാൽ 1 lakh above വരെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ കോഴ്സ് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ ഇവർ 2D and 3D ആനിമേഷൻ നമ്മളെ പഠിപ്പിക്കും. വിഷ്വൽ എഫക്റ്റ് ഓഫ് ഫിലിംസ്, ഗെയിമിങ്സ് ആൻഡ് അഡ്വർടൈസിങ്. ഓക്കെ, അപ്പോൾ ഗെയിമിംഗ് ആയിട്ടുള്ളൊക്കെ കുറേ അധികം PS5 കുറേ അധികം ഗെയിമും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവർ ടൂൾസ് പറഞ്ഞാൽ ബ്ലെൻഡർ, മായ ആൻഡ് അതർ എഫക്റ്റ്, ഈ ടൂൾസ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേർ ടു സ്റ്റഡി, നമ്മൾ ഓഫ്ലൈനായിട്ട് എരാന ആനിമേഷൻ, മായ അക്കാഡമി ഓഫ് അഡ്വാൻസ്ഡ് സിനിമാറ്റിക്സ്, FTII പൂനെ, അവിടേക്ക് നമുക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാം. ഓൺലൈനായിട്ട് നമുക്ക് CG സ്പെക്ട്രം, യൂഡമി അങ്ങനത്തെ വെബ്സൈറ്റിലൊക്കെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് പഠിക്കാം. ഓക്കെ, അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. സാധാരണ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി പറഞ്ഞു കഴിഞ്ഞാൽ 4 to 5 years ഒക്കെ എടുക്കും. ഇത് നമുക്ക് 3 yearsൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കവേഴ്സ് മാനുഫാക്ചറിങ്, പിന്നെ മെയിൻ്റനൻസ് ഓഫ് മെക്കാനിക്കൽ സിസ്റ്റം, പിന്നെ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ്, റിയൽ വേൾഡ് പ്രോബ്ലം സോൾവിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ കോർ എഞ്ചിനീയറിംഗ് ഫീൽഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ്ലൈനായിട്ട് നമുക്ക് ഗവൺമെൻറ് ആസ് യൂഷ്വൽ ഇന്ന് ഒരുപാട് പേര് പോകുന്നുണ്ട്. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് നമ്മളിവിടെ ഉള്ള അതിലൊക്കെ പോയി പഠിക്കാം. പിന്നെ ഓൺലൈനായിട്ട് ലിമിറ്റഡ് ആണ്, കാരണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്, കൈത്തൊഴിലാണ്. അപ്പം അത് ഓൺലൈനിൽ പഠിക്കാൻ പറ്റില്ല, ഓഫ്ലൈനായിട്ട് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറയുന്നത് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതായത് ഇത് ഞാൻ ലാസ്റ്റ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് നല്ല രീതിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് വളർന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും. കാരണം ഇന്ന് എല്ലാ കമ്പനീസും, എല്ലാവരും ഇപ്പോൾ ഏതൊരു ബിസിനസ് എടുത്താലും ഓൺലൈനിലൂടെയാണ് എല്ലാവരും മാർക്കറ്റ് ചെയ്യുന്നത്. അതായത് ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി എന്തായാലും ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗും നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള സാലറി തരുന്ന ഒരു ഓപ്ഷനാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏജൻസിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോക്കസ് ഇൻ SEO, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഗൂഗിൾ ആഡ്സ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ നിങ്ങൾ കണ്ടുവന്നിട്ടുണ്ടാവും. അതായത് ഇമെയിലിലൂടെയും കാര്യങ്ങളിലൊക്കെ ആഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലൊക്കെ പറയുന്നത് ഒരു ഇത്തരത്തിലുള്ളൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ഏജൻസി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെയാ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സായിട്ട് ഹബ്സ്പോട്ട് അക്കാഡമി, കോഴ്സെറ, പിന്നെ യൂഡമി, ഇവിടെയൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാം. ഓഫ്ലൈനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് NIIT, പിന്നെ ഡിജിറ്റൽ വിദ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, അവിടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കോഴ്സസ് ആണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്, ഡിപ്ലോമ കോഴ്സസ് ആണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നല്ല രീതിക്കുള്ള എന്താ പറയുക ഉയർന്നു നിൽക്കുന്ന, അതായത് നല്ല രീതിക്ക് ഡിമാൻഡുള്ള കോഴ്സസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി എന്തായാലും ഉറപ്പാണ്. കാരണം വെറുതെ പഠിക്കില്ല, ഏതൊരു കോഴ്സാണെങ്കിലും നല്ല ഇഷ്ടപ്പെട്ട് പഠിക്കാം. ഇതിപ്പം ഞാൻ സാലറിയും കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് അതിൽ പോയി ചേർന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ചേരും. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും ആ ഒരു പർട്ടിക്കുലർ കോഴ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരുപാട് കോഴ്സസ്, ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ്, പിന്നെ അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിയർലി കുറച്ച് സാലറി കിട്ടുള്ളൂ. പക്ഷെ ഇതിൽ നിങ്ങൾ കഴിവ് ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള സാലറി കിട്ടും. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പറ്റും. ഓക്കെ, കിട്ടും. ഓക്കെ, അപ്പം അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പറ്റി കൂടുതൽ പഠിച്ചിട്ട് ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക ഷൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ജോബ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിൽ ആരെങ്കിലും എൻട്രൻസ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്നുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന് നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പം അതുവരെയും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.